ലോക്കറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്നൊരു ചോദ്യം. ഈ ഐഡിയലി നമ്മൾ ഈ ലോക്കറിൽ, ബാങ്ക് ലോക്കറിലൊക്കെ കൊണ്ടുപോയി ഈ സംഭവം സ്വർണം വയ്ക്കുന്നത് അത് സേഫ് ആണോ ശരിക്കും പറഞ്ഞത്? കാരണം ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ബാങ്കിന് അതിൻ്റെ ലയബിലിറ്റി നമ്മുടെ വാല്യൂവിൻ്റെ, നമ്മുടെ ഗോൾഡ് ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ ഗോൾഡ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇസ് നോട്ട് ലയബിൾ ഫോർ ദ 20 lakhs. അല്ല, അവർക്ക് അറിയില്ലല്ലോ എത്രയാണ് നമ്മൾ വെച്ചത്. നമ്മുടെ റെന്റിന്റെ മേ ബി 100 times. അതായത് ഇപ്പോൾ ഞാൻ ഒരു 20,000 ആണ് എൻ്റെ റെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 റെന്റുള്ള ചെറിയ തുച്ഛമായ റെന്റിലുള്ളൂ. അല്ല, നമ്മളിപ്പോ ബാങ്ക് കൂട്ടിയില്ലേ, ലോക്കർ റേറ്റ് കൂട്ടിയില്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പൊ? എനിക്ക് തോന്നുന്നു റീസെന്റ് ആനുവൽ റെന്റ് അല്ലേ? ആനുവൽ റെന്റ്. യെസ്, ആനുവൽ ആണ് അല്ലേ? അതിനനുസരിച്ച് റെന്റിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, എന്നാലും പറയാം റെന്റിന്റെ മൾട്ടിപ്പിൾ ആണ്. എൻ്റെ അതിനകത്ത് ചിലപ്പോൾ 1.5 കോടിയുടെ ഗോൾഡ് ഉണ്ടോ? കറക്റ്റ്, അതാ ചോദിച്ചത് അല്ലേ? എൻ്റെ 100 പവൻ എന്ന് പറയുന്നത് പൈസ എത്രയും അല്ല, 100 പവൻ ലോക്കർ ഉണ്ടെന്ന് പൈസ എത്രയും ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? അല്ലേ? സോ ലോക്കർ, യുവർ ഗോൾഡ് ഇൻ ലോക്കർ ഇസ് നോട്ട് സേഫ്. കാരണം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സേഫ്റ്റി കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് ലോക്കറിൽ വെക്കുന്നത്. അവിടെ ഐഡിയലി സേഫ് അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ ആണ്. ഐ എം നോട്ട് സേയിങ് വന്നിട്ട് ഇറ്റ്സ് മേ ബി ഔട്ട് ഓഫ്, മേ ബി നമ്മളിപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വന്നിട്ട് എത്ര ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നുണ്ട് അല്ലേ? അല്ല, കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ വന്നിട്ട് ഓൾ ദ ലോക്കേഴ്സ് ആർ ആക്ച്വലി ടു സം എക്സ്റ്റെന്റ് ഇറ്റ് സേഫ്. അല്ല, എത്ര ലോക്കറിൽ നിന്ന് നമ്മൾ കൊള്ളയടിക്കുന്നുണ്ട് ഇന്ത്യയിൽ? വെരി റയർ, നോ? വെരി റയർ. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വളരെ റയറാണ്. എന്നാലും സേഫാണ്. പക്ഷെ എന്നാലും ഇൻ കേസ് സംതിങ് ഹാപ്പൻ, ബട്ട് ഇറ്റ് ഈസ് ബാങ്ക് ഈസ് നോട്ട് ഗ്യാരണ്ടി ലോക്കറിൻ്റെ സംഭവം. Fintaxman, the mentor your business needs.